നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചില ആളുകൾ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, മോട്ടിവേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ വാക്കുകളൊക്കെ കേട്ട് വരുന്നത്. അന്നേരം നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സമയമില്ല, പിന്നെ ഇതും കൂടിയും ചെയ്തിട്ട് സമയം വേസ്റ്റ് ആക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മൾ സുഖമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ലൈഫ് ട്രാൻസിഷനൊക്കെ വരുന്നത്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, പഠിത്തം കഴിഞ്ഞവരാണെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി പുതിയ സ്ഥലത്തേക്ക് പോകുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർ ഇന്ത്യക്ക് പുറത്തേക്ക് മൂവ് ചെയ്യുന്നു ജോലി സംബന്ധമായിട്ടോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ലൈഫിൽ നമ്മളുടെ സ്കില്ലിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ സ്ഥലവുമായിട്ട് ഇണങ്ങിച്ചേരാനുള്ള കഴിവ്, പുതിയ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പുതിയ ആളുകളുമായിട്ട് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും, പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള നമ്മളുടെ കഴിവ്. അതില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പല വാക്കുകളും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് അന്നേരം നമുക്ക് മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, യോഗ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ലൈഫ് ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പഠിക്കേണ്ടത് ആ സമയത്ത് നമ്മളുടെ ആവശ്യമാണെങ്കിലും അത് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് അന്നേരം ഉണ്ടാവില്ല. സോ ലൈഫിന് വേണ്ടിയിട്ട്, ലൈഫ് അൺസേർട്ടൻ ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലതും ലൈഫിൽ സംഭവിക്കും. നമ്മൾ നല്ലതിന് വേണ്ടി പ്രിപ്പയർ ആകുന്നത് പോലെ മോശം സിറ്റുവേഷൻസ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. സോ നിങ്ങൾക്ക് അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇൻഫർമേഷൻസ് ഒക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 21 ഡേയ്സ് ചലഞ്ച്, 90 ഡേയ്സ് ചലഞ്ച്, ഇതൊക്കെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനെ എയിം ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ്.